വിനുന്നുള്ള നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് ഞാൻ ആശുമോളെ വീട്ടിലായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിൽ ഇന്ന് അപ്പം മുട്ടക്കറി ആയിരുന്നേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് വിനു വന്നപ്പോഴത്തേനും ഞങ്ങൾ കുളിച്ച് റെഡി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിട്ടാ. ഇപ്രാവശ്യത്തെ ഗീവ് അവേ വിന്നറിന്റെ സ്ഥലം വന്നിട്ട് കൊല്ലത്ത് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ നേരിട്ട് തന്നെ പോയി കൊടുക്കാന്ന് വിചാരിച്ചേ. അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ പാക്ക് ചെയ്ത് കൈയോടെ എടുത്തിട്ട് ചോക്ലേറ്റ് മേടിച്ചു വെച്ചേ. വിന്നറിന്റെ വീട് വന്നിട്ട് മാമ്പുഴയിലാണെങ്കിലും ജോലി ചെയ്യണം നമ്മുടെ കരിക്കോട് ആയതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് കാണാന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങൾ അവിടെ എത്തി 5 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോ തന്നെ ആൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗീവ് അവേ വിന്നർ രാജേഷ് ചേട്ടൻ. അങ്ങനെ ഇപ്രാവശ്യത്തെ ഗീവ് അവേ വിന്നറിനുള്ള ഗിഫ്റ്റ് ഞാൻ കൈയോട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഇങ്ങനെ എനിക്ക് കാണാൻ പറ്റുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ ചേട്ടനോട് കുറച്ചേരം വിശേഷങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ പോന്നു കേട്ടോ. അവിടെ നിന്ന് നേരെ കൊല്ലത്തേക്കാണ് വെച്ച് പിടിച്ചത്. എനിക്ക് കബാബ് ഉണ്ടാക്കുന്ന കമ്പി മേടിക്കണമായിരുന്നു. അങ്ങനെ അതും മേടിച്ച് വരണ വഴിക്ക് ഓറഞ്ച് ജ്യൂസും കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോന്നേ. വൈകുന്നേരം ആയപ്പോ ഞാൻ ആശമോളെ വീട്ടിലേക്ക് പോയിട്ടാ. നന്ദു എനിക്ക് കുറുക്കുറെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പാറക്കുട്ടി വന്നിട്ടുണ്ടായേ. ഇന്ന് പാറുവിന് മഞ്ഞ ബെൽറ്റ് കിട്ടേണ്ട കരാട്ടയിലുള്ള കോമ്പറ്റീഷൻ ഒക്കെ ആയിരുന്നു. അങ്ങനെ സർട്ടിഫിക്കറ്റും ബെൽറ്റും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവള് വന്നിട്ടുണ്ടായേ. അങ്ങനെ അവള് പോയി കഴിഞ്ഞപ്പോ വിനുവിനുള്ള അസൈൻമെന്റ് എഴുതാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ ഞാൻ. അപ്പൊ അത്രയുള്ള